ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന ടോപ്പിക്കാണ്. അപ്പോൾ നമ്മളിന്ന് ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന ടോപ്പിക്കിൽ നിന്നും കേരള PSC, SSC, UPSC തുടങ്ങിയ കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ ചോദിച്ചിട്ടുള്ള PYQs ഒക്കെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. എല്ലാ PYQസും ഈ ഒരൊറ്റ വീഡിയോയിൽ പോസിബിൾ അല്ലാത്തതുകൊണ്ട് കുറച്ച് അടുത്ത പാർട്ടായിട്ടായിരിക്കും ചെയ്യുക. അപ്പോൾ ആദ്യമേ നമുക്ക് എന്താണ് ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് നോക്കാം. Electrostatics is the branch of physics that deals with electric charges at rest. That means they are not moving. That means we study charges that are stationary, the forces, fields and potentials they produce. അതായത് ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് വെച്ചാൽ നമ്മുടെ ഫിസിക്സിൻ്റെ ഒരു ബ്രാഞ്ചാണ്. അതെന്തിനെക്കുറിച്ചാണ് പഠിക്കുന്നത്? മൂവ് ചെയ്യാത്ത ചാർജസ്, അതായത് സ്റ്റേഷനറി ആയിട്ട് നിൽക്കുന്ന ചാർജസ്. അത് സ്റ്റേഷനറി ആയിട്ടാണ് ഇരിക്കുന്നതെങ്കിലും അതിന് എന്തിനുള്ള കഴിവുണ്ട്? അതിനെ അട്രാക്റ്റ് ചെയ്യാനോ റിപ്പൽ ചെയ്യാനോ ഒക്കെയുള്ള കഴിവുകളുണ്ട്. ഇവിടെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് കുറച്ച് ഇമ്പോർട്ടൻറ്റ് ടേംസും അതിൻ്റെ മീനിങ്ങും സിമ്പലും ഒക്കെയാണ് തന്നേക്കുന്നത്. ആദ്യത്തേത് ചാർജിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ലെറ്റർ Q വെച്ചിട്ടാണ്. അതെന്താണെന്ന് വെച്ചാൽ പ്രോപ്പർട്ടി ഓഫ് മാറ്റർ വിച്ച് പ്രൊഡ്യൂസസ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് എഫക്ട്സ്. അതായത് ചാർജ് എന്ന് പറയുന്നത് മാറ്ററിൻ്റെ ഒരു തരം പ്രോപ്പർട്ടിയാണ്. അത് ഇലക്ട്രിക് എഫക്ട്സും മാഗ്നറ്റിക് എഫക്ട്സും ഒക്കെ ഉണ്ടാക്കുന്നു. അതിൻ്റെ സിമ്പൽ അല്ലെങ്കിൽ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ യൂണിറ്റ് കൂളംബാണ്. അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് C വെച്ചിട്ടാണ്. അടുത്ത പോസിറ്റീവ് ചാർജ് എന്താണെന്നാണ് നോക്കുന്നത്. എന്താ പോസിറ്റീവ് ചാർജ് എന്ന് വെച്ചാൽ നമുക്കറിയാം ചാർജ് 2 ടൈപ്സ് ഉണ്ട്, പോസിറ്റീവും നെഗറ്റീവും. അപ്പോൾ പോസിറ്റീവ് ചാർജ് ഉണ്ടാവാൻ കാരണം ഡെഫിഷ്യൻസി ഓഫ് ഇലക്ട്രോൺസ് ആണ്. അതായത് ഇലക്ട്രോൺസിൻ്റെ കുറവ് മൂലമാണ് പോസിറ്റീവ് ചാർജ് ഉണ്ടാകുന്നത്. കാരണം എന്താ? ഇലക്ട്രോൺസിന് എന്ത് ചാർജാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്? നെഗറ്റീവ് ചാർജാണ്. അപ്പോൾ നെഗറ്റീവ് ചാർജ് കുറവ് അല്ലെങ്കിൽ ഇലക്ട്രോൺസ് കുറവ്, അപ്പോൾ അതിനർത്ഥം എന്താണ്? പോസിറ്റീവ് ചാർജ്. അടുത്തത് നെഗറ്റീവ് ചാർജ് ഉണ്ടാവാൻ കാരണം എക്സസ് ഓഫ് ഇലക്ട്രോൺസ്, അതായത് അധികം ഇലക്ട്രോൺസ്, ഒരുപാട് ഇലക്ട്രോൺസ്, അതിനർത്ഥം ഒരുപാട് നെഗറ്റീവ് ചാർജ്. അപ്പോൾ നെഗറ്റീവ് ചാർജാണ് അവിടെ ഉണ്ടാവുക. അടുത്തത് ക്വാണ്ടൈസേഷൻ ഓഫ് എനർജി എന്ന് വെച്ചാൽ എന്താണ്? ചാർജ് എക്സിസ്റ്റ് ആസ് ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾസ് ഓഫ് ഇലക്ട്രോൺ ചാർജ്. ദാറ്റ് ഈസ് E is equal to 1.6 into 10⁻⁻19. അതായത് നമ്മുടെ ചാർജ് എപ്പോഴും ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾസ് ഓഫ് ഇലക്ട്രോൺ ചാർജ് ആയിട്ടാണ് നിൽക്കുന്നത്. അതായത് ഒരു ഇലക്ട്രോണിൻ്റെ ചാർജ് എന്ന് പറയുന്നത് 1.6 into 10⁻⁻19 കൂളോംബാണ്. അപ്പോൾ ഇതിൻ്റെ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾസ് ആയിട്ടായിരിക്കും മറ്റ് ചാർജുകൾ നിലനിൽക്കുക. അതിനാണ് ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ് എന്ന് പറയുന്നത്. അതിനെ നമ്മൾ Q is equal to NE എന്ന് റെപ്രസെൻ്റ് ചെയ്യും. Q എന്ന് വെച്ചാൽ ചാർജ്, N എന്ന് വെച്ചാൽ എന്താണ്? ഇൻ്റഗ്രൽ മൾട്ടിപ്പിളിനെ സൂചിപ്പിക്കുന്നത് ഏത് ചാർജാണോ ആ ചാർജ് ഇൻറ്റു നമ്മുടെ ഇലക്ട്രോൺ ചാർജ് ഓർ മൾട്ടിപ്ലൈഡ് ബൈ നമ്മുടെ ഇലക്ട്രോൺ ചാർജ് ആയിരിക്കും എന്തെന്ന് പറയുന്നത്. അതിനാണ് ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് കൺസർവേഷൻ ഓഫ് ചാർജ്. എന്താണ് കൺസർവേഷൻ ഓഫ് ചാർജ്? ടോട്ടൽ ചാർജ് ഇൻ ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. അതായത് എപ്പോഴും ഒരു ഐസൊലേറ്റഡ് സിസ്റ്റത്തിനകത്തുള്ള ചാർജ് കോൺസ്റ്റൻ്റ് ആയിരിക്കും എന്നാണ് അതിനർത്ഥം. ഇനി അടുത്തത് കണ്ടക്ടേഴ്സ് എന്ന് വെച്ചാൽ നമുക്കറിയാം കണ്ടക്ടേഴ്സ്, സെമി കണ്ടക്ടേഴ്സ്, ഇൻസുലേറ്ററൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് കണ്ടക്ടർ, എന്താണ് ഇൻസുലേറ്റർ എന്ന് ഇവിടെ കൊടുത്തിട്ടിരിക്കുന്നത് നോക്കാം. കണ്ടക്ടർ എന്ന് വെച്ചാൽ അലോ ചാർജസ് ടു മൂവ് ഫ്രീലി. എന്താണ്? നമ്മൾ കൊടുക്കുന്ന ചാർജിന് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റും കണ്ടക്ടേഴ്സിനകത്ത്. അതേ സ്ഥാനത്ത് ഇൻസുലേറ്ററിലാണെങ്കിലോ ഡോണ്ട് അലോ ചാർജസ് ടു മൂവ്. എന്താണ്? ചാർജസിന് മൂവ് ചെയ്യാൻ ആരനുവദിക്കില്ല? ഇൻസുലേറ്റർ അനുവദിക്കില്ല. നമ്മളൊരു ചാർജ് കൊടുത്താൽ ആ ചാർജ് മൂവ് ചെയ്യത്തില്ല, അവിടെ തന്നെ സ്റ്റക്കായിട്ട് നിൽക്കും. അപ്പോൾ കണ്ടക്ടേഴ്സിന് എക്സാമ്പിൾ മെറ്റൽസ്, ഹ്യൂമൻ ബോഡിയൊക്കെയാണ്. മെറ്റൽസും ഹ്യൂമൻ ബോഡിയൊക്കെ എന്ത് കടത്തിവിടും? ചാർജസ് കടത്തിവിടും. ഹ്യൂമൻ ബോഡിയും കടത്തിവിടും. അതുകൊണ്ടല്ലേ നമുക്ക് ഷോക്ക് കേൾക്കുന്നത്. ഇനി ഇൻസുലേറ്റേഴ്സിന് എക്സാമ്പിളാണ് ഗ്ലാസ്, റബ്ബർ, പ്ലാസ്റ്റിക് തുടങ്ങിയവ. അപ്പോൾ അടുത്ത് നമ്മൾ നോക്കാൻ പോണത് എന്താണ് കൂളോംസ് ലോ എന്നാണ്. ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലോ ആണ്. ദ ഫോഴ്സ് ബിറ്റ്വീൻ 2 point charges ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ പ്രോഡക്റ്റ് ഓഫ് ദെയർ ചാർജസ് ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം.
അതായത് എന്താ പറയുന്നത്, രണ്ട് പോയിൻറ്റ് ചാർജസിനിടയ്ക്കുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് എന്തിന് പ്രൊപ്പോർഷണലാണ്? ചാർജസിന്, അതായത് പ്രോഡക്റ്റ് ഓഫ് ചാർജസിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലും. അതായത് എന്താണ്, ഫോഴ്സ് ചാർജ് കൂടുന്നതനുസരിച്ച് ഫോഴ്സ് കൂടും. അതുപോലെ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. അതുപോലെ എന്താണ്, ഡിസ്റ്റൻസിന്, സ്ക്വയർ ഓഫ് ഡിസ്റ്റൻസിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. അതായത് ഡിസ്റ്റൻസ് കൂടുന്നതനുസരിച്ച് ഫോഴ്സ് കുറയും. ഇതാണ് കൂളോംസ് ലോ പറയുന്നത്. അതിൽ എഫ് എന്ന് പറയുന്നത് എന്താണ്? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്, അതിൻ്റെ യൂണിറ്റാണ് ന്യൂട്ടൺ. Q1 Q2 എന്താണ്? രണ്ട് പോയിൻറ്റ് ചാർജസ് എന്ന് പറഞ്ഞില്ലേ? അപ്പോൾ Q1 Q2 എന്ന് പറയുന്നത് അവിടുത്തെ ചാർജസ് ആണ്, അതിൻ്റെ യൂണിറ്റ് സി. ഇനി ആർ എന്ന് പറയുന്നത് എന്താണ്? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ചാർജസ്, അതായത് ഈ രണ്ട് ചാർജസിൻ്റെ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് ആണ് ആർ എന്ന് പറയുന്നത്. മീറ്ററിലാണ് നമ്മളത് എടുക്കുന്നത്. ഇനി എപ്സിലോൺ നോട്ട് അല്ലെങ്കിൽ എപ്സിലോൺ 0 എന്ന് പറയുന്നത് എന്താണ്? പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്. അതിൻ്റെ വാല്യൂ 8.85 × 10⁻⁻12 ആണ്. യൂണിറ്റ് ശ്രദ്ധിച്ചോണേ, എന്താണ്? കൂളോം സ്ക്വയർ ന്യൂട്ടൺ ഇൻവേഴ്സ് മീറ്റർ സ്ക്വയർ ഇൻവേഴ്സ് ആണ് അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കൂളോംസ് ലോ എന്ന് എന്തൊക്കെ മനസ്സിലായി? ഇഫ് യു ഡബിൾ വൺ ചാർജ് ഫോഴ്സ് ഡബിൾസ്. എന്താണ്? നമ്മൾ ഒരു ചാർജ് ഇരട്ടിയാക്കിയാൽ എന്തും ഇരട്ടിയാവും, ഫോഴ്സും ഇരട്ടിയാവും. കാരണം എന്താ? രണ്ടുപേരും ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആണല്ലേ. ഫോഴ്സും ചാർജും ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഒരാളെ കൂട്ടിയാൽ അടുത്തയാളും കൂടും. അതുപോലെ ഇഫ് യു ഡബിൾ ദ ഡിസ്റ്റൻസ് ഫോഴ്സ് ബിക്കംസ് 1/4. അതായത് നമ്മളിപ്പോൾ ആ ചാർജസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ഡബിൾ ചെയ്താൽ, ഇരട്ടിയാക്കിയാൽ എന്ത് പറ്റും? ഫോഴ്സ് എന്ന് പറയുന്നത് 1/4 ആവും. അതായത് 4/1 കുറയും. കാരണം എന്താ? നമ്മൾ പറഞ്ഞു എഫ് പ്രൊപ്പോർഷണൽ ടു 1/r², അല്ലെങ്കിൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ഡിസ്റ്റൻസ് ആണ്. അതുകൊണ്ട് അത് 4/1 കുറഞ്ഞു പോകും. നോക്കിക്കേ, ഇവിടെ കൂളോംസ് ലോയുടെ വെക്റ്റർ ഫോമും തന്നിട്ടുണ്ട്. അതായത് ഒന്നുമില്ല, സെയിം ഫോമാറ്റ് തന്നെ വെക്റ്റർ ഫോമിൽ തന്നേക്കുന്നതേ ഉള്ളൂ. ഇനി അടുത്തൊരു സെൻറ്റൻസ് നോക്കിക്കേ. ഫോഴ്സ് ഈസ് റെപ്പൾസീവ് ഫോർ ലൈക്ക് ചാർജസ്, അട്രാക്റ്റീവ് ഫോർ അൺലൈക്ക് ചാർജസ്. എന്ന് വെച്ചാൽ എന്താണ്? ഫോഴ്സ് ലൈക്ക് ചാർജസ് എന്ന് വെച്ചാൽ ഒരുപോലുള്ള ചാർജസ്, പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ്. അങ്ങനെ ഒരുപോലുള്ള ചാർജസ് എന്ത് ചെയ്യും? റിപ്പൾസീവ് ആയിരിക്കും. അട്രാക്റ്റീവ് ഫോർ അൺലൈക്ക് ചാർജസ്, എന്താ? വ്യത്യാസമായിട്ടുള്ള ഓപ്പോസിറ്റ് ചാർജസിന് അട്രാക്റ്റീവ് ആയിരിക്കും. ഇതെല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലേ. ഇനി അടുത്ത ഒരു പ്രിൻസിപ്പിളാണ് പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ. അതായത് ഇഫ് സെവറൽ ചാർജസ് ആക്ട് ഓൺ വൺ ചാർജ്, ദ നെറ്റ് ഫോഴ്സ് ഈസ് ദ വെക്റ്റർ സം ഓഫ് ഓൾ ഇൻഡിവിജ്വൽ ഫോഴ്സസ്. അതായത് ഒരു ചാർജിൽ ഒരുപാട് ചാർജുകൾ ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് ഓരോന്നിൻ്റെയും സമ്മായിരിക്കും. എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ടോട്ടലായിരിക്കും അതിൻ്റെ നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് F is equal to F1 + F2 + F3 etc. ഒന്നുമില്ല. അടുത്തത് എന്താണ് ഇലക്ട്രിക് ഫീൽഡ് എന്നാണ് നോക്കുന്നത്. ഇലക്ട്രിക് ഫീൽഡിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് വെച്ചിട്ടാണ്. ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ പോയിന്റ് ഈസ് ദ ഫോഴ്സ് പെർ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് അറ്റ് ദാറ്റ് പോയിന്റ്. അതായത് യൂണിറ്റ് പോസിറ്റീവ് ചാർജിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് ഒരു പോയിന്റിൽ എത്രയാണ് എന്നുള്ളതിൻ്റെ അളവിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് E is equal to F/Q. F/Q മീൻസ് ഫോഴ്സ് പെർ യൂണിറ്റ് പോസിറ്റീവ് ചാർജ്, അല്ലെങ്കിൽ ഫോഴ്സ് പെർ ചാർജ് എന്ന് നമ്മൾ പറയുന്നു. ഫോർ എ പോയിന്റ് ചാർജ് E is equal to 1/4πε0 Q/r². അതായത് എന്താണ്? ഒരു പോയിന്റ് ചാർജിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് അല്ലെങ്കിൽ ഫോർമുലയാണ് ഇതെന്ന് പറയുന്നത്. അതിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണ്? അലോങ് ദ ഫോഴ്സ് ഓൺ എ പോസിറ്റീവ് ടെസ്റ്റ് ചാർജ്. എന്താണ്? ഫോഴ്സിൻ്റെ ഡയറക്ഷൻ. നോക്കിക്കേ, യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ന്യൂട്ടൺ പെർ കൂളോം ഓർ വോൾട്ട് പെർ മീറ്റർ ആണ് എന്തെന്ന് പറയുന്നത്? ഇലക്ട്രിക് ഫീൽഡിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിൻ്റെ കുറച്ച് പ്രത്യേകതകളാണ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ പറഞ്ഞു ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ. ആ ഇലക്ട്രിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത്തും ഡയറക്ഷനും ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ വരയ്ക്കുന്ന ഇമാജിനറി ലൈൻസ്, അല്ലെങ്കിൽ നമ്മൾ സങ്കല്പിക്കുന്ന ഇമാജിനറി ലൈൻസ് ആണ് എന്തെന്ന് പറയുന്നത്? ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് പ്രത്യേകതകളുണ്ട്, അത് നോക്കാം.
അതിൻ്റെ ഒറിജിൻ എന്ന് പറയുന്നത് എപ്പോഴും പോസിറ്റീവിൽ നിന്നായിരിക്കും. അതായത് പോസിറ്റീവ് ചാർജിൽ ഒറിജിൻ ചെയ്ത് നെഗറ്റീവ് ചാർജിൽ എൻഡ് ചെയ്യുന്ന വിധത്തിലായിരിക്കും എന്തിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്, ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഡയറക്ഷൻ എന്ന് പറയുന്നത്. അതുപോലെ അത് നെവർ ഇൻ്റർസെക്റ്റ്, എന്താണ്, തമ്മിൽ ഒരിക്കലും എന്ത് ചെയ്യില്ല, കൂട്ടിമുട്ടില്ല, അല്ലെങ്കിൽ തമ്മിൽ ക്രോസ് ചെയ്യില്ല. ടു ഡയറക്ഷൻ അറ്റ് വൺ പോയിൻറ്റ് ഇമ്പോസിബിൾ, എന്താണ്, ഒരു പോയിന്റിന് രണ്ട് ഡയറക്ഷൻ പോസിബിൾ അല്ല. അതുകൊണ്ടാണ് ഇത് നെവർ ഇൻ്റർസെക്റ്റ് എന്ന് പറയുന്നത്. തമ്മിൽ ഒരിക്കലും ഇൻ്റർസെക്റ്റ് ചെയ്യത്തില്ല എന്ന് പറയാൻ കാരണം. ഇനി ഡെൻസിറ്റി എന്ന് വെച്ചാൽ ഷോ സ്ട്രെങ്ത് ഓഫ് ഫീൽഡ്. അതിൻ്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് ആ ഫീൽഡ് എത്ര, ആ ഇലക്ട്രിക് ഫീൽഡ് എത്ര സ്ട്രോങ് ആണെന്ന് കാണിക്കുന്നതാണ് അതിൻ്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഈ ലൈൻസ് വളരെ അടുത്തടുത്താണെങ്കിൽ എന്താണ്, സ്ട്രോങ് ഇലക്ട്രിക് ഫീൽഡ് ആണെന്നാണ് അർത്ഥം. ഈ ലൈൻസ് തമ്മിൽ ഒരുപാട് ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ എന്താണ്, വീക്ക് ഇലക്ട്രിക് ഫീൽഡ് ആണെന്നാണ് അർത്ഥം. അത്രയേ ഉള്ളൂ. അതാണ് ഡെൻസിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ടാൻജൻറ്റ്, ഈ ലൈൻസിന് ഒരു ടാൻജൻറ്റ് വരച്ചാൽ എന്താണ്, ഷോസ് ഡിറക്ഷൻ ഓഫ് ഫീൽഡ് വെക്റ്ററിൻ്റെ ഡയറക്ഷൻ ആയിരിക്കും ടാൻജൻറ്റ് കാണിക്കുന്നത്. അടുത്തത് എന്താണ് ഇലക്ട്രിക് ഡൈപോൾ എന്നാണ് നോക്കാൻ പോകുന്നത്. ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് സെപ്പറേറ്റഡ് ബൈ എ സ്മോൾ ഡിസ്റ്റൻസ് ഫോം ആൻ ഇലക്ട്രിക് ഡൈപോൾ. അതായത് രണ്ട് ഈക്വൽ ആയിട്ടുള്ള ചാർജസ്, പക്ഷേ ഒരാൾ പോസിറ്റീവും ഒരാൾ നെഗറ്റീവും, അവ തമ്മിൽ ഒരു ചെറിയ ഡിസ്റ്റൻസിൽ സെപ്പറേറ്റ് ചെയ്ത് വെച്ചേക്കുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറയുന്നത്. അടുത്തത് ഡൈപോൾ മൊമെൻറ്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് തന്നേക്കുന്നത്. ഡൈപോൾ മൊമെൻറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് P വെച്ചിട്ടാണ്. P = Q × 2a. അപ്പോൾ ഇവിടെ P എന്ന് പറയുന്നത് എന്താണ്, ഡൈപോൾ മൊമെൻറ്റ്, Q എന്ന് പറയുന്നത് ചാർജ്, 2a എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ചാർജസിനിടയിലുള്ള ആ ചെറിയ ഡിസ്റ്റൻസ് ആണ് 2a എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ ഡൈപോൾ മൊമെൻറ്റ്? ഡൈപോൾ മൊമെൻ്റ് എന്ന് വെച്ചാൽ നമ്മുടെ ഇലക്ട്രിക് ഡൈപോൾ എത്ര സ്ട്രോങ് ആണെന്ന് കാണിക്കുന്ന ഒരളവാണ് ഡൈപോൾ മൊമെൻ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും നെഗറ്റീവിൽ നിന്നും പോസിറ്റീവിലോട്ടായിരിക്കും ഡൈപോൾ മൊമെൻറ്റിൻ്റെ ഡയറക്ഷൻ. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇലക്ട്രിക് ഫീൽഡ് ഓഫ് ഡൈപോൾ ആണ്. അതായത് ഡൈപോളിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെയായിരിക്കുമെന്ന്. അത് നമ്മൾ മെയിനായിട്ടും രണ്ട് പൊസിഷനിലായിട്ടാണ് പറയുന്നത്. ഒന്ന് ആക്സിയലായിട്ടും ഒന്ന് ഇക്വറ്റോറിയലായിട്ടും. അതായത് ആക്സിയൽ എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ഡൈപോൾ അല്ലെങ്കിൽ ഈ രണ്ട് ചാർജസിൻ്റെ എന്താണ്, സ്ട്രെയിറ്റ് ലൈൻ, രണ്ടും ചേർത്ത് വരയ്ക്കുന്ന ഒരു ലൈൻ, ആ ഒരു ഏരിയയിലുള്ള ഇലക്ട്രിക് ഫീൽഡ്. അതുപോലെ ഇക്വറ്റോറിയൽ ലൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഡൈപോളിന് പെർപെൻഡിക്കുലറായിട്ട് വരുന്ന ആ ഒരു ഏരിയയിൽ. അപ്പോൾ അത് രണ്ടും ഡിഫറെൻ്റ് ആണ് അതിൻ്റെ ഫോർമുല. അത് നോക്കാം. ആക്സിയൽ ലൈനിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് E = 1/4πε0 2p/r³ എന്നാണ്. അതുപോലെ ഇക്വറ്റോറിയൽ ലൈനിലെ E = 1/4πε0 p/r³ എന്നാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം, ആക്സിയൽ പൊസിഷനിലാണ് കൂടുതൽ ഇലക്ട്രിക് ഫീൽഡ് ഉള്ളത്, അവിടെയാണ് ഇലക്ട്രിക് ഫീൽഡ് സ്ട്രോങ് എന്ന് നമുക്ക് പറയാം. അടുത്ത് നമുക്ക് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്താണെന്ന് നോക്കാം. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ റെപ്രസെൻ്റ് ചെയ്യുന്നത് V എന്ന ലെറ്റർ വെച്ചിട്ടാണ്. ദ വർക്ക് ഡൺ പെർ യൂണിറ്റ് ചാർജ് ഇൻ ബ്രിങ്ങിങ് എ പോസിറ്റീവ് ടെസ്റ്റ് ചാർജ് ഫ്രം ഇൻഫിനിറ്റി ടു എ പോയിൻറ്റ്. അതായത് ഇൻഫിനിറ്റിയിൽ നിന്നും അല്ലെങ്കിൽ എവിടെ നിന്നെങ്കിലും ഒരു ചാർജിനെ ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് കൊണ്ടുവരുമ്പോൾ ആ യൂണിറ്റ് ചാർജിൽ ചെയ്യുന്ന വർക്കാണ് എന്തെന്ന് പറയുന്നത്, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ പൊട്ടൻഷ്യൽ എനർജി പറയത്തില്ലേ ഗ്രാവിറ്റി വെച്ചിട്ട്. അതായത് നമ്മൾ ഒരു ഹൈറ്റിൽ നിന്ന് ഗ്രാവിറ്റിക്ക് എഗെയിൻസ്റ്റായിട്ട് ഒരു സാധനത്തിനെ മുകളിലോട്ട് കൊണ്ടുപോയി വെച്ചാൽ അവിടെ എന്താണ്, പൊട്ടൻഷ്യൽ എനർജി സ്റ്റോർ ആവത്തില്ലേ ആ വസ്തുവിൽ. അതുപോലെ തന്നെയാണ് ഇവിടെ ചാർജിനെ ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തോട്ട് കൊണ്ടുപോകുമ്പോൾ അതിൽ വരും, ഒരു എനർജി, ഒരു ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എനർജി അവിടെയും ഫോം ചെയ്യും. അതാണ് ഈ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. അതിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് V = W/Q എന്നുള്ളതാണ്. ഇനി പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ പോയിൻറ്റ് ചാർജ്, അതായത് ഒരു പോയിൻറ്റ് ചാർജ് മൂലമുള്ള പൊട്ടൻഷ്യലിൻ്റെ ഫോർമുല നോക്കാം. V = 1/4πε0 Q/r. അവിടെ യൂണിറ്റ് എന്ന് പറയുന്നത് വോൾട്ടാണ്, V കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യും. 1 വോൾട്ട് എന്ന് പറയുന്നത് 1 J/Coulomb ആണ്. ഇനി ഇതിൻ്റെ, അതായത് ഇലക്ട്രിക് പൊട്ടൻഷ്യലിൻ്റെയും ഇലക്ട്രിക് ഫീൽഡിൻ്റെയും റിലേഷൻ എന്താണെന്ന് നോക്കാം.
അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിനെ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇ വെച്ചിട്ടാണ്. അപ്പോൾ ഇ ഈസ് ഈക്വൽ ടു മൈനസ് ഡി വി ബൈ ഡി ആർ ആണ് എന്ത് റിലേഷൻ ബിറ്റ്വീൻ ഫീൽഡ് ആൻഡ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. അടുത്തത് നമുക്ക് എന്താണ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എന്ന് നോക്കാം. എന്താണ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എന്ന് പറഞ്ഞാൽ എ സർഫസ് ഹാവിങ് ദ സെയിം പൊട്ടൻഷ്യൽ അറ്റ് എവറി പോയിൻ്റ്. അതായത് ഒരു സർഫസിലെ ഏത് പോയിൻ്റ് എടുത്താലും അവിടെ എല്ലാം എന്തായിരിക്കും, ഒരേ പൊട്ടൻഷ്യൽ ആയിരിക്കും. അങ്ങനെയുള്ള സർഫസിനാണ് നമ്മൾ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എന്ന് പറയുന്നത്. അവിടുത്തെ ഒരു ഐഡിയ എന്ന് പറയുന്നത് നോ വർക്ക് ഈസ് ഡൺ വെൻ മൂവിങ് എ ചാർജ് ഓൺ ആൻ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. അതായത് ഒരു ഇക്വിപൊട്ടൻഷ്യൽ സർഫസിലുള്ള ഒരു ചാർജിനെ മൂവ് ചെയ്യുമ്പോൾ അവിടെ എന്ത് നടക്കുന്നില്ല, വർക്കൊന്നും തന്നെ നടക്കുന്നില്ല. ഇനി ഇലക്ട്രിക് ഫീൽഡ് ഈസ് ആൾവേസ് പെർപെൻഡിക്കുലർ ടു ദ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. അപ്പോൾ ഇക്വിപൊട്ടൻഷ്യൽ സർഫസിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് എപ്പോഴും എങ്ങനെയായിരിക്കും, പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും. അടുത്തത് നമുക്ക് ഗോസ് ലോ എന്താണെന്ന് നോക്കാം. ഒരു ഇമ്പോർട്ടൻറ്റ് ലോ ആണ്. ആ ലോ പറയുന്നത് എന്തെന്ന് വെച്ചാൽ ദ ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ എ ക്ലോസ്ഡ് സർഫസ് ഈസ് ഈക്വൽ ടു ദ ചാർജ് എൻക്ലോസ്ഡ് ഡിവൈഡഡ് ബൈ എപ്സിലോൺ 0. അതായത് ഒരു ക്ലോസ്ഡ് സർഫസിലൂടെയുള്ള ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും, അതിനുള്ളിലുള്ള ചാർജ് ഡിവൈഡഡ് ബൈ എപ്സിലോൺ 0ക്ക് ഈക്വൽ ആയിരിക്കും അതിലുള്ള ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് എന്നാണ് ഇവിടെ പറയുന്നത്. ഫോർമുല നോക്കിക്കേ, ഫൈ ഇ എന്ന് വെച്ചാൽ അവിടുത്തെ ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ഈസ് ഈക്വൽ ടു ക്ലോസ്ഡ് സർഫസ് ഇൻറ്റഗ്രൽ ഓഫ് ഇ ഡോട്ട് ഡി എ ദാറ്റ് ഈസ് ഈക്വൽ ടു ക്യൂ എൻക്ലോസ്ഡ് ഡിവൈഡഡ് ബൈ എപ്സിലോൺ 0. ക്യൂ എൻക്ലോസ്ഡ് മീൻസ് ചാർജ് എൻക്ലോസ്ഡ്. അടുത്തത് 3 കേസ് തന്നിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ട് വരുന്ന, അതായത് അതിൻ്റെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഫോർമുലയും തന്നിട്ടുണ്ട്. നോക്കിക്കേ, ആദ്യത്തെ കേസ് എന്ന് പറയുന്നത് പോയിൻറ്റ് ചാർജ്, അതായത് ഒരു സ്പിയറിലുള്ള പോയിൻറ്റ് ചാർജ്. അതിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറയുന്നത് ഇ ഈസ് ഈക്വൽ ടു 1/4πε0 Q/r² ആണ്. ഇനി ഒരു ഇൻഫിനിറ്റ് ലൈൻ ചാർജ് ആണെങ്കിൽ അത് കണ്ടുപിടിക്കാനുള്ളത് ഇ ഈസ് ഈക്വൽ ടു λ/2πε0 r. അതുപോലെ ഒരു ഇൻഫിനിറ്റ് പ്ലെയിൻ ഷീറ്റ് ആണെങ്കിൽ ഇ ഈസ് ഈക്വൽ ടു σ/2ε0 ആണ് അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇലക്ട്രിക് ഫ്ലക്സ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല നോക്കാം. ഫൈ ഇ ഈസ് ഈക്വൽ ടു ഇ എ കോസ് തീറ്റ. എന്താ ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ, ഫ്ലക്സ് മെഷേഴ്സ് ദ നമ്പർ ഓഫ് ഫീൽഡ് ലൈൻസ് പാസിംഗ് ത്രൂ എ സർഫസ്. അതായത് ഒരു സർഫസിലൂടെ എത്ര നമ്പർ ഓഫ് ഫീൽഡ് ലൈൻസ് പാസ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ അളവാണ് ഫ്ലക്സ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ആപ്ലിക്കേഷനാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫീൽഡ് ഡ്യൂ ടു എ പോയിൻറ്റ് ചാർജ്, ഫീൽഡ് ഡ്യൂ ടു ആൻ ഇൻഫിനിറ്റ് ലൈൻ ഓഫ് ചാർജ്, ഫീൽഡ് ഡ്യൂ ടു ആൻ ഇൻഫിനിറ്റ് പ്ലെയിൻ ഷീറ്റ് ഓഫ് ചാർജ്, അതൊക്കെ. അടുത്തത് പറയാൻ പോകുന്നത് എന്താണ് കപ്പാസിറ്റൻസ് എന്നും എന്താണ് കപ്പാസിറ്റർ എന്നുമാണ്. എന്താണ് കപ്പാസിറ്റൻസ് എന്ന് പറഞ്ഞാൽ ദ എബിലിറ്റി ഓഫ് എ കണ്ടക്ടർ ടു സ്റ്റോർ ചാർജ് പെർ യൂണിറ്റ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് എന്തെന്ന് പറയുന്നത്, കപ്പാസിറ്റൻസ്. കപ്പാസിറ്റൻസ് എന്ന് വെച്ചാൽ ഒന്നുമില്ല, ഒരു കണ്ടക്ടറിന് ചാർജ് സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള കഴിവാണ് കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത്. ഇനി ആ ചാർജ് സ്റ്റോർ ചെയ്യുന്ന ഡിവൈസാണ് കപ്പാസിറ്റർ എന്ന് പറയുന്നത്. മനസ്സിലായോ? അതായത് കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് ഒരു പ്രോപ്പർട്ടിയും കപ്പാസിറ്റർ എന്ന് പറയുന്നത് ഒരു ഡിവൈസുമാണ്. അപ്പോൾ കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് സി ഇസ് ഈക്വൽ ടു Q/V. Q എന്ന് വെച്ചാൽ ചാർജ്, V എന്ന് വെച്ചാൽ പൊട്ടൻഷ്യൽ. ഇനി എന്താണ് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ എന്ന് പറയാം. വളരെ കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടൈപ്പ് കപ്പാസിറ്ററാണ് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ എന്ന് പറഞ്ഞാൽ. അതിൽ 2 വലിയ പ്ലെയിൻ പാരലൽ ആയിട്ടുള്ള മെറ്റൽ ഷീറ്റ്സ് ചെറിയ ഡിസ്റ്റൻസിൽ സെപ്പറേറ്റ് ചെയ്തിരിക്കും. ആ ഡിസ്റ്റൻസിൽ ഏതെങ്കിലും ഡൈ ഇലക്ട്രിക് ആയിരിക്കും. ഡൈ ഇലക്ട്രിക് എന്താണെന്ന് നമുക്ക് നോക്കാം. അതായത് ഒന്നുകിൽ അതിൻ്റെ ഇടയ്ക്ക് എയർ ആയിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻസുലേറ്റർ ആയിരിക്കും ആ സ്പേസിൽ വെക്കുക. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ അല്ലെങ്കിൽ ഫോർമുല എന്ന് പറയുന്നത് സി ഈസ് ഈക്വൽ ടു ε0 A/d എന്നാണ്. അതായത് ε0 അറിയാലോ, പെർമിറ്റിവിറ്റി, എ എന്ന് പറയുന്നത് ഏരിയ, ഡി എന്ന് പറയുന്നത് ആ ഒരു ഡിസ്റ്റൻസ്. അപ്പോൾ ഈ ഡൈ ഇലക്ട്രിക് നമ്മൾ പറഞ്ഞില്ലേ, ഏതെങ്കിലും ഒരു ഡൈ ഇലക്ട്രിക് ഇടയിൽ കാണുമെന്ന്, അതിൻ്റെ കോൺസ്റ്റൻറ്റ് കെ ആണെങ്കിൽ ഇക്വേഷൻ ഇങ്ങനെ ചേഞ്ച് ആവും. എങ്ങനെയാണ്, സി ഈസ് ഈക്വൽ ടു ആ കോൺസ്റ്റൻറ്റ് ഇൻറ്റു ദാറ്റ് ഈസ് കെ ε0 A/d.
ആ കെ എന്ന ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റും കൂടെ നമ്മൾ അവിടെ ചേർക്കുന്നു, അത്രയേ ഉള്ളൂ. ഇനി എനർജി സ്റ്റോർഡ് യു ഈസ് ഈക്വൽ ടു ഹാഫ് CV². അതായത് അവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന എനർജി കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് എന്ത്, ഹാഫ് CV². സി എന്ന് പറഞ്ഞാൽ കപ്പാസിറ്റൻസ്, വി എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യലിൻ്റെ സ്ക്വയർ, ഹാഫ് ഇൻറ്റു സി ഇൻറ്റു V². അപ്പോൾ ഇനി ഒരു സർക്യൂട്ടിൽ ഒന്നിൽ കൂടുതൽ കപ്പാസിറ്റേഴ്സ് ഉണ്ടെന്ന് വെച്ചോളൂ. അപ്പോൾ എന്താ ടോട്ടൽ കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് അവരെ എങ്ങനെ, അല്ലെങ്കിൽ ആ കപ്പാസിറ്റേഴ്സിനെ എങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നു എന്നതിനെ ബേസ് ചെയ്തായിരിക്കും ടോട്ടൽ കപ്പാസിറ്റൻസ് വരിക. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് ഒന്നുകിൽ കപ്പാസിറ്റേഴ്സിനെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യാം, അല്ലെങ്കിൽ പാരലലായിട്ട് കണക്ട് ചെയ്യാം. അപ്പോൾ രണ്ടിനും രണ്ട് ഫോർമുലയുണ്ട്. അപ്പം പ്രോബ്ലംസ് ചെയ്യുമ്പോൾ ഈ ഫോർമുലാസ് അറിഞ്ഞിരിക്കണം. അപ്പോൾ എങ്ങനെയാണ്, സീരീസിലാണെങ്കിൽ 1/C ഇക്വാലൻറ്റ് ഈസ് ഈക്വൽ ടു 1/C1 പ്ലസ് 1/C2 പ്ലസ് 1/C3 പ്ലസ് എക്സെട്ര ഇങ്ങനെ പോകും. അപ്പോൾ പാരലാണെങ്കിൽ C ഇക്വാലൻറ്റ് ഈസ് ഈക്വൽ ടു C1 പ്ലസ് C2 പ്ലസ് C3 പ്ലസ് എക്സെട്ര, അങ്ങനെയാണ് ഫോർമുല വരുന്നത്. അടുത്തത് ഡൈഇലക്ട്രിക്സും പോളറൈസേഷനും എന്താണെന്ന് നോക്കാം. എന്താണ് ഒരു ഡൈഇലക്ട്രിക് എന്ന് പറയുന്നത്? നോൺ കണ്ടക്റ്റിംഗ് മെറ്റീരിയൽ പ്ലേസ്ഡ് ബിറ്റ്വീൻ കപ്പാസിറ്റർ പ്ലേറ്റ്സ്. അതായത് കപ്പാസിറ്റർ പ്ലേറ്റ്സിന് ഇടയിൽ വെക്കുന്ന ഒരു നോൺ കണ്ടക്റ്റിംഗ് മെറ്റീരിയൽസിനെ നമുക്ക് എന്തെന്നോ, അല്ലെങ്കിൽ നോൺ കണ്ടക്റ്റിംഗ് മെറ്റീരിയൽസിനെ നമുക്ക് എന്തെന്ന് പറയാം, ഡൈഇലക്ട്രിക്സ് എന്ന് പറയാം. അതായത് എന്താണ്, ഇൻസുലേറ്റേഴ്സ് ലൈക്ക് എന്താണ്, ഗ്ലാസ്, പേപ്പർ, പിന്നെ എന്തുണ്ട്, പ്ലാസ്റ്റിക്, അങ്ങനെയുള്ള ഇൻസുലേറ്റേഴ്സിനെ നമ്മൾ എന്ത് ചെയ്യും, കപ്പാസിറ്റർ പ്ലേറ്റ്സിന് ഇടയിൽ വയ്ക്കും. അങ്ങനെയുള്ള വസ്തുക്കൾക്കാണ് ഡൈഇലക്ട്രിക്സ് എന്ന് പറയുന്നത്. എന്തിനങ്ങനെ ചെയ്യുന്നേ, അതിൻ്റെ എഫക്റ്റ് എന്താണെന്ന് നോക്കാം. റെഡ്യൂസസ് ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് ഇൻക്രീസസ് കപ്പാസിറ്റൻസ്. അതായത് ഇത് വയ്ക്കുമ്പോൾ എന്ത് പറ്റും, റെഡ്യൂസസ് ഇലക്ട്രിക് ഫീൽഡ്, അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് കുറഞ്ഞിട്ട് കപ്പാസിറ്റൻസ് കൂടും. അതായത് അതിന് ചാർജ് സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള കഴിവ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഡൈഇലക്ട്രിക്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ കെ എന്ന് വെച്ചാൽ ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റ്, കെ F0/F. ഇവിടെ F0 എന്ന് പറയുന്നത് ഫോഴ്സ് ബിറ്റ്വീൻ ചാർജസ് ഇൻ എയറും, അതേപോലെ എഫ് എന്ന് പറയുന്നത് ആ സെയിം ചാർജിൻ്റെ ഫോഴ്സ് ബിറ്റ്വീൻ എന്താണ്, ഡൈഇലക്ട്രിക്കുമാണ്. അതുപോലെ ഇതേ ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റിനെ നമുക്ക് പെർമിറ്റിവിറ്റി ആയിട്ട് കണക്ട് ചെയ്ത് പറഞ്ഞാൽ എന്ത് പറയാം, കെ ε/ε0 എന്ന് പറയാം. ഇവിടെ ε0 എന്ന് പറയുന്നത് പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസും, എപ്സിലോൺ എന്ന് പറയുന്നത് എന്താണ്, ഡൈഇലക്ട്രിക്കിൻ്റെ പെർമിറ്റിവിറ്റി ആയിട്ടും പറയാം. ഇനി നമ്മൾ ഇന്ന് പറഞ്ഞ കുറച്ച് ഭാഗത്തുള്ള എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസ്റ്റൻസിൻ്റെ വാല്യൂസാണ് തന്നേക്കുന്നത്. പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ε0 വെച്ചിട്ടാണ്. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 8.854 × 10⁻⁻12 കൂളോം സ്ക്വയർ ന്യൂട്ടൺ ഇൻവേഴ്സ് മീറ്റർ സ്ക്വയർ ഇൻവേഴ്സ് ആണ്. അപ്പോൾ ഇവിടെ ഇത് എന്താണ്, ഈ പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസിൻ്റെ വാല്യൂ തന്നെ PSC ചോദിച്ചിട്ടുണ്ട്. ഇനി കൂളോം കോൺസ്റ്റൻറ്റ്, അതായത് 1/4πε0 അല്ലെങ്കിൽ K എന്നൊക്കെ നമുക്ക് പറയാം. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 9 × 10⁻9 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കൂളോം സ്ക്വയർ ആണ്. ഇനി അടുത്തത് ഇലക്ട്രോണിൻ്റെ ചാർജ്, അതറിയാം അല്ലേ. ഇലക്ട്രോണിൻ്റെ ചാർജ് എത്രയാണ്, ഈസ് ഈക്വൽ ടു 1.6 × 10⁻⁻19 കൂളോംബാണ്. ഇലക്ട്രോണിന് എന്ത് ചാർജാണ്, നെഗറ്റീവ് ചാർജാണ്. ഇനി 1 വോൾട്ട് എന്ന് പറയുന്നത് എത്രയാണ്, 1 ജൂൾ പെർ കൂളോംബാണ്. അതുപോലെ 1 ഫാരഡ് എന്ന് പറയുന്നത് എത്രയാണ്, 1 കൂളോം പെർ വോൾട്ടാണ്. അപ്പോൾ നമ്മൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുള്ള PYQs എല്ലാം തന്നെ നോക്കാം. അപ്പോൾ ആദ്യത്തെ ചോദ്യം, വിച്ച് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് ദ ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ എ ക്ലോസ്ഡ് സർഫേസ് ഈക്വൽസ് ദ എൻക്ലോസ്ഡ് ചാർജ് ഡിവൈഡഡ് ബൈ ε0. എന്താണ്, ലോയുടെ സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്, ഏത് ലോ ആണെന്ന് കണ്ടുപിടിച്ചാൽ മതി. നമുക്കറിയാം എന്താണ്, ഒരു ക്ലോസ്ഡ് സർഫസിൻ്റെ ഇലക്ട്രിക് ഫ്ലക്സിനെ കുറിച്ച് പറയുന്ന ലോ എന്ന് പറയുന്നത് ഏത് ലോ ആണ്, ഗോസ് ലോ ആണ്. ഗോസ് ലോയുടെ ഫോർമുല എന്താണ്, ക്ലോസ്ഡ് സർഫസ് ഇൻ്റഗ്രൽ E.dA = Q enclosed by ε0. ഇതല്ലേ നമ്മുടെ ഗോസ് ലോ. അപ്പം നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ഗോസ് ലോ ആണ്. അടുത്ത ചോദ്യം, ദ വാല്യൂ ഓഫ് കൂളോം കോൺസ്റ്റൻറ്റ് 1/4πε0 ഈസ് ഡാഷ്. അതായത് 1/4πε0 എന്ന് പറയുന്ന കൂളോം കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ എത്രയാണെന്നാണ്
ചോദ്യം. ഇങ്ങനെ വാല്യൂസൊക്കെ ചോദിക്കാറുണ്ട്, കുറേ കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂസൊക്കെ ചോദിക്കാറുണ്ട്, അതുകൊണ്ട് അതൊക്കെ ഒന്ന് പഠിച്ചു വെച്ചേക്കണം. അപ്പോൾ ഇവിടെ ഉത്തരം എന്താണ്? 9 × 10⁹ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കൂളോം സ്ക്വയർ ആണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ 1/4πε0യുടെ വാല്യൂ. എക്സ്പ്ലനേഷൻ എന്താ? ദിസ് ഈസ് സ്റ്റാൻഡേർഡ് ഇലക്ട്രോസ്റ്റാറ്റിക് കോൺസ്റ്റൻറ്റ് യൂസ്ഡ് ഇൻ കൂളോംസ് ലോ. കൂളോംസ് ലോയിൽ നമ്മൾ ഉപയോഗിക്കുന്ന എന്താണ്? സ്റ്റാൻഡേർഡ് ഇലക്ട്രോസ്റ്റാറ്റിക് കോൺസ്റ്റൻ്റ് ആണ് ഇത്. എന്താണ് കൂളോംസ് ലോ പറയുന്നത്? അതിൽ എന്താണ്? F = K Q1 Q2/r². അതിൽ ആ K ആണ് എന്ത്? 1/4πε0 എന്ന് നമ്മൾ പറയുന്നത്. അടുത്ത ചോദ്യം. ദ ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് എ ഹോളോ കണ്ടക്ടിങ് സ്പിയർ ഇൻ ഇലക്ട്രോസ്റ്റാറ്റിക് ഇക്വിലിബ്രിയം ഈസ് ഡാഷ്. അതായത് ഇലക്ട്രോസ്റ്റാറ്റിക് ഇക്വിലിബ്രിയത്തിലിരിക്കുന്ന ഒരു കണ്ടക്ടിങ് ഹോളോ സ്പിയറിനുള്ളിലെ ഇലക്ട്രിക് ഫീൽഡ് എത്രയാണെന്നാണ്. ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് ആണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് ആൻസർ? 0 ആണ്. കാരണം എന്താ? കണ്ടക്ടർ ഇൻ ഇലക്ട്രോസ്റ്റാറ്റിക് ഇക്വിലിബ്രിയം ഹാസ് നോ ഇൻറ്റേർണൽ ഫീൽഡ്. ചാർജസ് റിസൈഡ് ഓൺ സർഫസ്. എന്താണ്? ഇലക്ട്രോസ്റ്റാറ്റിക് ഇക്വിലിബ്രിയത്തിലിരിക്കുന്ന ഒരു കണ്ടക്ടറിൻ്റെ അകത്ത് എന്ത് കാണില്ല? ഇൻറ്റേർണൽ ഫീൽഡ് കാണില്ല. ചാർജ് എവിടെയായിരിക്കും ഇരിക്കുക? അതിൻ്റെ പുറത്ത്, അതായത് സർഫസിലായിരിക്കും ഇരിക്കുക. അടുത്ത ചോദ്യം. ദ പൊട്ടൻഷ്യൽ അറ്റ് എവറി പോയിൻ്റ് ഓൺ എ കണ്ടക്ടർ ഇൻ ഇലക്ട്രോസ്റ്റാറ്റിക് ഇക്വിലിബ്രിയം ഈസ് ഡാഷ്. അതായത് എന്താണ്? ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് ഇക്വിലിബ്രിയത്തിൽ ഇരിക്കുന്ന കണ്ടക്ടറിൻ്റെ ഓരോ പോയിന്റിലുമുള്ള പൊട്ടൻഷ്യൽ എങ്ങനെയായിരിക്കും എന്നാണ് ചോദ്യം. എങ്ങനെയായിരിക്കും? സെയിം ആയിരിക്കും. എന്താണ്? അതായത് ഇലക്ട്രോസ്റ്റാറ്റിക് ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ അതെന്താണ്? ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആണ്. എക്സ്പ്ലനേഷൻ നോക്കാം. കണ്ടക്ടർ സർഫസസ് ആർ ഇക്വിപൊട്ടൻഷ്യൽ. നോ വർക്ക് ഈസ് നീഡഡ് ടു മൂവ് എ ചാർജ് അലോങ് ദ സർഫസ്. നമ്മൾ പറഞ്ഞു എന്താണ്? കണ്ടക്ടർ സർഫസ് എന്ന് പറയുന്നത് ഇവിടെ ഇക്വിപൊട്ടൻഷ്യലാണ്. അതുകൊണ്ട് തന്നെ എന്താണ്? ഒരു ചാർജിനെ മറ്റൊരിടത്തേക്ക് കൊണ്ടുവരുമ്പോൾ എന്തെങ്കിലും വർക്ക് ഡൺ നടക്കുന്നുണ്ടോ? ഇല്ല. അതാണ് ഇവിടെ പറയുന്നത്. അടുത്ത ചോദ്യം. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഡാഷ്. അതായത് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിൻ്റെ പ്രത്യേകതകൾ താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണെന്നാണ് ചോദ്യം. എന്താണ്? മേ ഇൻ്റർസെക്റ്റ് ഈച്ച് അതർ ആണോ? എന്താ? തമ്മിൽ കൂട്ടിമുട്ടാറുണ്ടോ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്? ഇല്ല. അപ്പോൾ അത് തെറ്റുത്തരം. ഓൾവേസ് ഫോം ക്ലോസ്ഡ് ലൂപ്സ്. എന്താണ്? ക്ലോസ്ഡ് ലൂപ്സ് ഉണ്ടാക്കുമെന്ന്. അത് തെറ്റാണ്. ഒരിക്കലും ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ത് ചെയ്യില്ല? ക്ലോസ്ഡ് ലൂപ്സ് ഉണ്ടാക്കില്ല. കാരണം എന്താ? അവർ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നില്ല. ഇനി അടുത്തതെന്ന് പറയുന്നത് നെവർ ഇൻ്റർസെക്റ്റ് ഈച്ച് അതർ അല്ലേ? അപ്പോൾ എന്താണ്? ഒരിക്കലും തമ്മിൽ കൂട്ടിമുട്ടുന്നില്ല. അതല്ലേ കറക്റ്റ് ആൻസർ? അത് നമുക്ക് മനസ്സിൽ വെച്ചേക്കാം. അടുത്തതും കൂടെ ഒന്ന് വായിച്ചു നോക്കാം. എൻഡ് ഇൻ എംപ്റ്റി സ്പേസ്. എംപ്റ്റി സ്പേസിലാണോ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് അവസാനിക്കുന്നത്? അല്ല. അവരെങ്ങനെയാണ് അവസാനിക്കുന്നത്? പോസിറ്റീവിൽ തുടങ്ങി നെഗറ്റീവിൽ അവസാനിക്കും അല്ലേ? അപ്പോൾ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് നെവർ ഇൻ്റർസെക്റ്റ് ഈച്ച് അതർ ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഇവിടെ ഞാൻ അല്ലാതൊരു കാര്യം പറയാം. ഈ ഓപ്ഷൻസ് ഇത് PSCക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഈ ഓപ്ഷൻ നോക്കുമ്പോൾ നമുക്കറിയാം എന്താണ്? 2 സ്റ്റേറ്റ്മെൻറ്റ് കോൺട്രറിയാണ്, അതായത് ഓപ്പോസിറ്റാണ്. ഏതൊക്കെയാണ്? എയും സിയും. അപ്പോൾ തന്നെ നമുക്ക് എന്ത് കിട്ടി? ഒരു 50-50 കിട്ടി അല്ലേ? ഇതിലേതോ ഒന്നാണ് ഉത്തരം. കാരണം എന്താണ്? ഇത് രണ്ടും എക്സാക്ട്ലി ഓപ്പോസിറ്റാണ് എന്നുള്ള ഒരു ഐഡിയയൊക്കെ നമുക്ക് കിട്ടും. ഇങ്ങനെ ക്വസ്റ്റ്യൻസിൽ കുറച്ച് എന്താണ് കോമൺ സെൻസ് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളും നമുക്ക് കാണും. അപ്പോൾ അടുത്തത് അതിൻ്റെ എക്സ്പ്ലനേഷൻ നോക്കാം. ഇഫ് ദേ ക്രോസ്ഡ് എ പോയിൻറ്റ് വുഡ് ഹാവ് 2 ഡയറക്ഷൻ ഓഫ് ഫീൽഡ് വിച്ച് ഈസ് ഇമ്പോസിബിൾ. അതായത് ഇവ തമ്മിൽ ക്രോസ് ചെയ്യുന്നു അല്ലെങ്കിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണ്? ഒരു പോയിൻറ്റിന് 2 ഡയറക്ഷൻ ഓഫ് ഫീൽഡ് ഉണ്ടെന്നാണ് അതിനർത്ഥം വരിക. അത് സാധ്യമല്ല. അതുകൊണ്ട് തന്നെ എന്താണ്? അവർ നെവർ ഇൻ്റർസെക്റ്റ് ഈച്ച് അതർ. അതാണ് നമ്മുടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. ദ ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ എ ക്ലോസ്ഡ് സ്ഫെറിക്കൽ സർഫസ് വിച്ച് എൻക്ലോസസ് ചാർജ് Q ഈസ് ഡാഷ്. അതായത് എന്താണ്? ഒരു ക്ലോസ്ഡ് സ്ഫെറിക്കൽ സർഫസിലെ ഇലക്ട്രിക് ഫ്ലക്സ് വിച്ച് എൻക്ലോസസ് ചാർജ് Q, അതായത് ചാർജ് Q ഉൾക്കൊള്ളുന്ന ഒരു ക്ലോസ്ഡ് സ്ഫെറിക്കൽ സർഫസിലൂടെയുള്ള ഇലക്ട്രിക് ഫ്ലക്സിൻ്റെ അളവ് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് ചോദിച്ചേക്കുന്നത്. എന്താണ്? Q/ε0 ആണ് ആൻസർ. എങ്ങനെയാണ് വരുന്നത്? ഡയറക്റ്റ് ആപ്ലിക്കേഷൻ ഓഫ് ഗോസ് ലോ. ഗോസ് ലോയുടെ ഡയറക്റ്റ് ആപ്ലിക്കേഷനാണ് ഇതെന്ന് പറയുന്നത് അല്ലേ? എന്താണ്? Q/ε0 എന്ന് പറയുന്നത് നമ്മുടെ ഗോസ് ലോ ആയിട്ട് ബന്ധപ്പെട്ടതല്ലേ? അത്രേ ഉള്ളൂ.
അടുത്ത ചോദ്യം, ഇഫ് എ ഡൈഇലക്ട്രിക് സ്ലാബ് ഓഫ് കോൺസ്റ്റന്റ് കെ ഈസ് ഇൻസേർട്ടഡ് ഫുള്ളി ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ് ഓഫ് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ, ചാർജ് കെപ്റ്റ് കോൺസ്റ്റന്റ്, ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദ പ്ലേറ്റ്സ് ഡാഷ്. അതായത് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൻ്റെ ഇടയ്ക്ക് ഒരു ഡൈഇലക്ട്രിക് പ്ലേസ് ചെയ്യാണ്. ആ ഡൈഇലക്ട്രിക്കിന് എന്താണ്, കെ എന്ന് പറയുന്ന ഡൈഇലക്ട്രിക് കോൺസ്റ്റൻ്റ് ഉണ്ട്. കെ ഡൈഇലക്ട്രിക് കോൺസ്റ്റൻ്റ് ഉള്ള ഒരു ഡൈഇലക്ട്രിക് നമ്മൾ ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൻ്റെ ഇടയ്ക്ക് വയ്ക്കുമ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസിന് എന്ത് ചേഞ്ച് സംഭവിക്കും എന്നാണ് ചോദ്യം. അപ്പോൾ നമ്മളൊക്കെ അറിയാം എന്താണ്, ഡൈഇലക്ട്രിക് വയ്ക്കുമ്പോൾ എന്താ സംഭവിക്കുക, കപ്പാസിറ്റൻസ് കൂടും അല്ലേ. കപ്പാസിറ്റൻസ് കൂടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, ഡൈഇലക്ട്രിക് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്കൊരു റിലേഷൻ അറിയാം, എന്താണ്, കപ്പാസിറ്റൻസും ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസും തമ്മിലുള്ള തമ്മിലുള്ള ഒരു റിലേഷനുണ്ട്. എന്താണ്, V=Q/C എന്ന് പറയുന്ന ഒരു റിലേഷൻ. V=Q/C. അതിൽ V എന്ന് പറയുന്നത് എന്താണ്, പൊട്ടൻഷ്യൽ ഡിഫറൻസും, Q എന്ന് പറയുന്നത് ചാർജും, C എന്ന് പറയുന്നത് കപ്പാസിറ്റൻസും ആണ്. അപ്പോൾ നമ്മൾ ഇവിടെ ഡൈഇലക്ട്രിക് വയ്ക്കുമ്പോൾ കപ്പാസിറ്റൻസ് കൂടും. അതായത് ഇവിടെ നമ്മുടെ ഫോർമുലയിൽ, അതായത് V=Q/C എന്ന ഫോർമുലയിൽ ഡിനോമിനേറ്റർ കൂടുവാണ് അല്ലേ, കപ്പാസിറ്റർ എന്ന് വെച്ചാൽ കപ്പാസിറ്റൻസ് കൂടുവാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് കുറയും, ഡിനോമിനേറ്ററിൻ്റെ വാല്യൂ കൂടുമ്പോൾ എന്ത് പറ്റും, V കുറയും. അപ്പോൾ അങ്ങനെ നമുക്ക് പറയാം എന്താണ്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡിക്രീസസ്. എന്താണ്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡിക്രീസസ്. അപ്പോൾ അടുത്ത ചോദ്യം നോക്കിക്കേ, ദ എനർജി സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്റർ ഈസ് ഗിവൻ ബൈ ഡാഷ്. അതായത് ഒരു കപ്പാസിറ്ററിൽ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്ന എനർജിയുടെ ഫോർമുല എന്തെന്നാണ് ചോദ്യം. നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ്, U=12 CV² അല്ലേ. അതാണ് എന്ത് കണ്ടുപിടിക്കാനുള്ള ഫോർമുല, എനർജി കണ്ടുപിടിക്കാനുള്ള ഫോർമുല. അതുപോലെ നമുക്ക് ആ ഫോർമുലയെ തന്നെ വേറെ ഫോർമുല എഴുതാം. എങ്ങനെയാണ്, ½ എന്നും അല്ലെങ്കിൽ Q²/2C എന്നും നമുക്ക് എഴുതാം. അതും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളണേ. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് അബൌട്ട് ഇക്വിപൊട്ടൻഷ്യൽ സർഫസസ് ഈസ് കറക്റ്റ്. അതായത് താഴെ പറയുന്നവയിൽ ഇക്വിപൊട്ടൻഷ്യൽ സർഫസിനെ കുറിച്ച് കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ഏതെന്നാണ് ചോദ്യം. അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം, ഫീഡ് ലൈൻസ് ആൻഡ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസസ് ആർ പാരലൽ. എന്താണ്, ഫീഡ് ലൈൻസും ഇക്വിപൊട്ടൻഷ്യൽ സർഫസും പാരലൽ ആണെന്നാണ് പറയുന്നത്. അത് തെറ്റാണ്. എന്താണ്, ഫീഡ് ലൈൻസ് എപ്പോഴും പെർപെൻഡിക്കുലർ ആയിരിക്കും. അപ്പോൾ അത് തെറ്റ്. അടുത്തത്, വർക്ക് ഡൺ മൂവിങ് എ ചാർജ് ബിറ്റ്വീൻ പോയിൻറ്റ്സ് ഓൺ സെയിം ഇക്വിപൊട്ടൻഷ്യൽ ഈസ് നോൺ സീറോ. അതായത് ഒരു ഇക്വിപൊട്ടൻഷ്യലിൽ വർക്ക് ഡണ്ണിൻ്റെ വാല്യൂസ് നോൺ സീറോ ആണെന്നാണ് പറയുന്നത്. അതിനർത്ഥം അവിടെ വർക്ക് നടക്കുന്നുണ്ടെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് തെറ്റാണ്. നമുക്കറിയാം എന്താണ്, ഇക്വിപൊട്ടൻഷ്യൽ സർഫസിൽ എന്ത് നടക്കുന്നില്ല, വർക്കൊന്നും തന്നെ നടക്കുന്നില്ല. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റും തെറ്റ്. ഇനി അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം, ഇക്വിപൊട്ടൻഷ്യൽസ് മേ ഇൻ്റർസെക്റ്റ് ഈച്ച് അതർ. അതായത് ഇക്വിപൊട്ടൻഷ്യൽ തമ്മിൽ എന്ത് ചെയ്യാം, ഇൻ്റർസെക്റ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. അതും തെറ്റാണ്, അതൊരിക്കലും പോസിബിൾ അല്ല. ഇനി അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം, നോ വർക്ക് ഈസ് ഡൺ ഓൺ മൂവിങ് എ ടെസ്റ്റ് ചാർജ് അലോങ് ആൻ ഇക്വിപൊട്ടൻഷ്യൽ. അതായത് ഒരു ഇക്വിപൊട്ടൻഷ്യലിലൂടെ ഒരു ചാർജിനെ മൂവ് ചെയ്യിക്കുമ്പോൾ അവിടെ എന്ത് നടക്കുന്നില്ല, വർക്ക് നടക്കുന്നില്ല എന്നാണ് ലാസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. അത് തന്നെയാണ് നമ്മുടെ ആൻസറും. എന്താണ്, നോ വർക്ക് ഈസ് ഡൺ അല്ലേ. അപ്പോൾ അതിൻ്റെ എക്സ്പ്ലനേഷൻ നോക്കിക്കേ, ബൈ ഡെഫിനിഷൻ പൊട്ടൻഷ്യൽ ഈസ് സെയിം ഓൺ ഇക്വിപൊട്ടൻഷ്യൽ. അതായത് നമ്മുടെ ഡെഫിനിഷൻ പറയുന്നത് എന്താണ്, ഇക്വിപൊട്ടൻഷ്യലിൻ്റെ അവിടെ എന്ത് സെയിം ആയിരിക്കും, പൊട്ടൻഷ്യൽ എല്ലാ പോയിന്റിലും സെയിം ആയിട്ടുള്ള സർഫസിനാണ് നമ്മൾ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എന്ന് പറയുന്നത്. അതായത് അവിടെ എന്ത് സീറോ ആണ്, ΔV എന്ന് പറയുന്നത് സീറോ ആണ്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് സീറോ ആണ്. അപ്പോൾ നമ്മുടെ വർക്ക് ഡണ്ണിൻ്റെ ഇക്വേഷൻ എന്താണ്, W=Q∆V ആണ്. അപ്പോൾ ഇവിടെ ΔVയുടെ വാല്യൂ സീറോ ആയതുകൊണ്ട് തന്നെ വർക്ക് ഡണ്ണും എന്തായിപ്പോയി, സീറോ ആയിപ്പോയി. അടുത്ത ചോദ്യം നോക്കാം, ദ ഫ്ലക്സ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ത്രൂ എ ക്ലോസ്ഡ് സർഫസ് ഡിപ്പെൻഡ്സ് ഓൺ ഡാഷ്. അതായത് ഒരു ക്ലോസ്ഡ് സർഫസിലൂടെയുള്ള ഇലക്ട്രിക് ഫ്ലക്സ് എന്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നതെന്നാണ് ചോദ്യം. അപ്പോൾ നമ്മൾ എന്താ ആദ്യം നോക്കേണ്ടത്, ക്ലോസ്ഡ് സർഫസ് എന്ന് പറയുമ്പോൾ തന്നെ ആദ്യം നമ്മുടെ മനസ്സിൽ ഗോസ് ലോ ഓർമ്മ വരണം. ഗോസ് ലോ എന്താണ് പറയുന്നത്, ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് = Q enclosed by ε0 എന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ എന്താണ്,
ഇവിടെ നമുക്ക് ഓപ്ഷൻസ് ഓരോന്നായിട്ട് നോക്കാം. സൈസ് ഓഫ് സർഫസ്, എവിടെയെങ്കിലും ആ ഇക്വേഷനിൽ സൈസ് ഓഫ് സർഫസിനെ കുറിച്ച് പറയുന്നുണ്ടോ? ഇല്ല. അടുത്തത് ഷേപ്പ്, അതിനെക്കുറിച്ചും പറയുന്നില്ല. അടുത്തത് നെറ്റ് ചാർജ് എൻക്ലോസ്ഡ് ഒള്ളി, അത് പറയുന്നുണ്ടല്ലേ. എന്താണ്? ക്യൂ എൻക്ലോസ്ഡ്, അതായത് ചാർജ് എൻക്ലോസ്ഡ് അല്ലേ ക്യൂ എൻക്ലോസ്ഡ്. അപ്പോൾ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, നെറ്റ് ചാർജ് എൻക്ലോസ്ഡ് ഒള്ളി. എക്സ്പ്ലനേഷൻ നോക്കിക്കേ. ഗോസ് ലോ, ഫ്ലക്സ് ഈസ് ഈക്വൽ ടു ക്യൂ എൻക്ലോസ്ഡ് ബൈ എപ്സിലോൺ 0 ഇൻഡിപെൻഡൻറ്റ് ഓഫ് സർഫസ് ഷേപ്പ്. എന്താണ്? സർഫസിൻ്റെ ഷേപ്പിനെ ഒന്നും അത് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അതായത് ഇപ്പോൾ ഒരേ ചാർജാണ് ഒരു വലിയ ബലൂണിനകത്തും അല്ലെങ്കിൽ ഒരു ചെറിയ ബലൂണിനകത്തും ഒരേ ചാർജാണ്. അപ്പോൾ എന്താണ്? ഇലക്ട്രിക് ഫ്ലക്സ് രണ്ടിലും എന്തായിരിക്കും? സെയിം ആയിരിക്കും. കാരണം എന്താ? അത് ചാർജിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ, അതിൻ്റെ വലിപ്പത്തിനെയൊന്നും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അത്രയേ ഉള്ളൂ. അടുത്ത ചോദ്യം, ഇഫ് എ പോസിറ്റീവ് ചാർജ് ഈസ് മൂവ്ഡ് ഫ്രം പോയിൻറ്റ് എ ടു പോയിൻറ്റ് ബി ഇൻ ആൻ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് ദ പൊട്ടൻഷ്യൽ അറ്റ് ബി ഈസ് ലോവർ ദാൻ ദാറ്റ് അറ്റ് എ, ദ വർക്ക് ഡൺ ബൈ ദ ഫീൽഡ് ഓൺ ചാർജ് ഈസ് ഡാഷ്. അതായത് നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു ചാർജിനെ പോയിൻ്റ് എയിൽ നിന്നും ബിയിലോട്ട് മൂവ് ചെയ്യിക്കുകയാണ്. അവിടെ ബിയുടെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് എനെ വെച്ച് നോക്കുമ്പോൾ കുറവാണ്. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ വർക്ക് ഡൺ ബൈ ദ ഫീൽഡ് എത്രയായിരിക്കുമെന്നാണ് ചോദ്യം. എന്തായിരിക്കും? ഇവിടെ ഓപ്ഷൻസ് എന്ന് പറയുന്നത് 0, നെഗറ്റീവ്, പോസിറ്റീവ്, ഡിപ്പെൻഡ്സ് ഓൺ പാത്ത് ഒള്ളി, അങ്ങനെയൊക്കെയാണ്. എന്താണ് വർക്ക് ഡൺ എന്ന് പറയുന്നത്? അവിടുത്തെ പോസിറ്റീവ് ആയിരിക്കും. കാരണം എന്താ? ഫീൽഡ് ഡസ് പോസിറ്റീവ് വർക്ക് മൂവിങ് ചാർജ് ടു ലോവർ പൊട്ടൻഷ്യൽ. നമ്മളിവിടെ എയിൽ നിന്ന് ബിയിലോട്ടാണ് പോയത്. ബിയുടെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് കുറവാണെന്ന് ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു കുറഞ്ഞ പൊട്ടൻഷ്യലിലോട്ടാണ് ചാർജിനെ കൊണ്ടുപോകുന്നതെങ്കിൽ അവിടെ നടക്കുന്ന വർക്ക് എന്ന് പറയുന്നത് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ഇവിടെ നോക്കിക്കേ, വർക്ക് ബൈ ഫോൾഡ് ഈസ് ഈക്വൽ ടു ക്യൂ വി എ മൈനസ് ക്യൂ വി ബി, അതായത് ക്യൂ ഇൻറ്റു വി എ മൈനസ് വി ബി ആണ് എന്ന് പറയുന്നത് അവിടുത്തെ വർക്ക് ഡൺ ബൈ ഫീൽഡ് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം നോക്കാം. എ കണ്ടക്ടിങ് ഐസൊലേറ്റഡ് സ്ഫിയർ ഓഫ് റേഡിയസ് ആർ ഹാസ് ചാർജ് ക്യൂ, ദ പൊട്ടൻഷ്യൽ അറ്റ് ഇറ്റ് സർഫേസ് റിലേറ്റീവ് ടു ഇൻഫിനിറ്റി ഈസ് ഡാഷ്. അതായത് ഇവിടെ എന്താ പറയുന്നത്? നമ്മളൊരു ആർ റേഡിയസും ക്യൂ ചാർജും ഉള്ള ഒരു സ്പിയർ ആണല്ലേ. ആ സ്പിയറിൻ്റെ എന്താണ് നമുക്ക് നോക്കേണ്ടത്? പൊട്ടൻഷ്യൽ അറ്റ് ഇറ്റ് സർഫേസ് റിലേറ്റീവ് ടു ഇൻഫിനിറ്റിയാണ് നോക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഈ സ്പിയർ എന്തുപോലെ ആക്ട് ചെയ്യുന്നത്? ഒരു പോയിൻറ്റ് ചാർജ് പോലെയാണ് ആക്ട് ചെയ്യുന്നത് അല്ലേ. കാരണം എന്താണ്? ഇവിടെ നമ്മൾ ചാർജ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? സർഫേസിലെല്ലാം ഒരുപോലെ ചാർജ് ആവുന്നു അല്ലേ, ഈക്വലി സ്പ്രെഡ് ആവുന്നു. അവിടെ എന്താ? ഇൻസൈഡ് ദ സ്പിയർ എന്തായിരിക്കും? ഇലക്ട്രിക് ഫീൽഡ് 0 ആയിരിക്കും. സർഫേസിലാണ് ചാർജ് ഈക്വലായിട്ട് സ്പ്രെഡ് ആവുന്നത്. അപ്പോൾ ആ സർഫേസ് എന്താ? ഒരു പോയിൻറ്റ് ചാർജ് പോലെ ആക്ട് ചെയ്യുന്നു. അപ്പോൾ പോയിൻറ്റ് ചാർജിൻ്റെ കണ്ടുപിടിക്കാനുള്ള പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? കെ ക്യൂ ബൈ ആർ അല്ലേ. അതായത് 1/4πε0 ക്യൂ ബൈ ആർ എന്നുള്ള ഇക്വേഷൻ. അപ്പോൾ ഇവിടെ എന്താണ് നമുക്ക് പറയാം? Potential of charged isolated sphere equals that of a point charge at center. That is V is equal to K Q by R. അതായത് K into Q by R. അടുത്ത ചോദ്യം, when two conducting spheres of unequal radii are connected by a conducting wire, the final distribution of charges depend on dash. അതായത് നമ്മൾ എന്ത് ചെയ്യാണ്? രണ്ട് ഡിഫറെൻറ്റ് സൈസിൽ അല്ലെങ്കിൽ രണ്ട് ഡിഫറെൻറ്റ് റേഡിയസ് ഉള്ള സ്പിയേഴ്സ് തമ്മിൽ ഒരു കണ്ടക്റ്റിംഗ് വയർ വെച്ച് കണക്ട് ചെയ്യുവാണ്. അപ്പോൾ അവരുടെ ഫൈനൽ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കറിയാം എന്താണ്? നമ്മളിപ്പോൾ രണ്ട് സ്പിയറിനെ കണ്ടക്റ്റിംഗ് വയർ വെച്ച് കണക്ട് ചെയ്താൽ അവർക്കിടയിൽ ചാർജ് ഫ്ലോ നടക്കും. ഏതുവരെ ചാർജ് ഫ്ലോ നടക്കും? അവരുടെ പൊട്ടൻഷ്യൽ സെയിം ആവുന്നത് വരെ ചാർജ് ഫ്ലോ നടക്കും. അതായത് ആദ്യത്തെ സ്പിയറിൻ്റെത് V1 ആണെങ്കിൽ രണ്ടാമത്തെ സ്പിയറിൻ്റെ V2 ആണെന്ന് വെച്ചോളൂ പൊട്ടൻഷ്യൽ. അത് രണ്ടും ഈക്വൽ ആവുന്നത് വരെ അവർ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ നടത്തും. അതായത് V1 is equal to V2. അപ്പോൾ നമുക്കറിയാം വിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? K ഇൻറ്റു ക്യൂ ബൈ ആർ എന്നുള്ള ഇക്വേഷൻ അറിയാമല്ലോ. അപ്പോൾ അവിടെ ക്യൂ ബൈ ആർ അല്ലേ, ക്യൂ ബൈ ആർ. അതായത് ഇപ്പോൾ ആദ്യത്തെ സ്പിയറിൻ്റെ ചാർജ് ക്യൂവും ആദ്യത്തേതിൻ്റെത് Q1ഉം രണ്ടാമത്തേതിൻ്റെത് Q2 ആണെന്ന് വെച്ചോളൂ. അതുപോലെ ആദ്യത്തെ സ്പിയറിൻ്റെ റേഡിയസ് R1 എന്നും
രണ്ടാമത്തെ സ്പിയറിൻ്റെ റേഡിയസ് R2 ആണെന്ന് വെച്ചോളൂ. അപ്പോൾ എന്താ ഇവിടെ ചാർജ് ഫ്ലോ ഏതാവുന്നത് വരെ നടക്കും? നമ്മൾ പറഞ്ഞു V1 = V2 ആവുന്നത് വരെ നടക്കും എന്ന് പറഞ്ഞു. അതായത് Q1/R1 = Q2/R2 ആവുന്നത് വരെ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ നടക്കും. ദാറ്റ് മീൻസ് Q1/Q2 = R1/R2 അല്ലേ? അപ്പോൾ ഇവിടെ എന്തിനെ മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? റേഡിയസിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് നമ്മുടെ ആൻസർ? റേഡിയൈ. അടുത്ത ചോദ്യം, എ ഹോളോ മെറ്റൽ സ്പിയർ ഓഫ് റേഡിയസ് 5 cm ഈസ് ചാർജ് സച്ച് ദാറ്റ് ദ പൊട്ടൻഷ്യൽ ഓൺ ഇറ്റ്സ് സർഫസ് ഈസ് 10 volt. ദ പൊട്ടൻഷ്യൽ അറ്റ് ദ സെൻറ്റർ ഓഫ് ദ സ്പിയർ ഈസ് ഡാഷ്. എന്താണ്? നമ്മളൊരു ഹോളോ മെറ്റൽ സ്പിയറിനെ ചാർജ് ചെയ്യിക്കുകയാണ്. എത്ര പൊട്ടൻഷ്യൽ ആവുന്നത് വരെ? അതിൻ്റെ സർഫസിൽ 10 volt ആവുന്നത് വരെ. ഇവിടെ റേഡിയസ് തന്നിട്ടുണ്ട് 5 cm. അപ്പോൾ എന്താ നമുക്ക് അറിയേണ്ടത്? ഈ സ്പിയറിൻ്റെ സെൻറ്ററിലുള്ള പൊട്ടൻഷ്യൽ എത്രയായിരിക്കും എന്നാണ് ചോദ്യം. എത്രയായിരിക്കും? 10 volt തന്നെ ആയിരിക്കും. സെയിം ആയിരിക്കും. സർഫസിലുള്ളതിൻ്റെ സെയിം തന്നെ ആയിരിക്കും അകത്തും. കാരണം എന്താ? ഇൻസൈഡ് എ കണ്ടക്ടിങ് സ്പിയർ ദാറ്റ് ഈസ് ഇൻ ഇലക്ട്രോസ്റ്റാറ്റിക് ഇക്വിലിബ്രിയം ദ പൊട്ടൻഷ്യൽ ഈസ് കോൺസ്റ്റൻറ്റ് ആൻഡ് ഈക്വൽ ടു ദ സർഫസ് വാല്യൂ. എന്താണ്? ഉള്ളിൽ എന്തായിരിക്കും? പൊട്ടൻഷ്യൽ കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതായത് പുറത്ത് എത്രയാണോ അത്ര തന്നെ ആയിരിക്കും അകത്ത്. കാരണം എന്താ? അവിടെ ഇൻസൈഡ് എന്താണ്? ഇലക്ട്രിക് ഫീൽഡ് 0 ആണ്. അപ്പോൾ ഒരു ഇക്വിപൊട്ടൻഷ്യൽ സർഫസിൻ്റെ പൊട്ടൻഷ്യൽ എല്ലായിടത്തും എന്തായിരിക്കും? സെയിം ആയിരിക്കും അല്ലേ? ഇലക്ട്രിക് ഫീൽഡാണ് അവിടെ 0. പക്ഷേ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് സർഫസിൽ എത്രയായിരിക്കുമോ അത് തന്നെ ആയിരിക്കും ഇൻസൈഡും. അപ്പോൾ 10 volt. അടുത്ത ചോദ്യം, എ ഡൈഇലക്ട്രിക് സ്ലാബ് ഓഫ് ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റ് K ഈസ് ഇൻസേർട്ടഡ് കംപ്ലീറ്റ്ലി ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ് ഓഫ് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ വിച്ച് ഈസ് ഐസൊലേറ്റഡ്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ്. അതായത് നേരത്തെ ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ കണ്ടു അല്ലേ? അതുപോലെ തന്നെ ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ ഓപ്ഷൻസ് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നോക്കിക്കേ, ഇതിലെന്താ പറയുന്നത്? ഇതിൽ പറയുന്നതെന്ന് വെച്ചാൽ ഒരു ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റ് നമ്മളൊരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൻ്റെ ഇടയിൽ ഇൻസേർട്ട് ചെയ്തു. അപ്പോൾ ഈ താഴെ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റിൽ ഏതാണ് കറക്റ്റായിട്ട് വരുന്നതെന്നാണ് ചോദിക്കുന്നത്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇൻക്രീസസ് അല്ല. നമുക്കറിയാം എന്താണ്? ഒരു ഡൈഇലക്ട്രിക് ഇൻസേർട്ട് ചെയ്യുമ്പോൾ അവിടുത്തെ കപ്പാസിറ്റൻസ് കൂടുന്നു. അപ്പോൾ ആര് കുറയുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം? പൊട്ടൻഷ്യൽ ഡിഫറൻസ് അവിടെ കുറയുന്നു എന്നാണ് അർത്ഥം അല്ലേ? ഇനി അടുത്തത് കപ്പാസിറ്റൻസ് ഡിക്രീസസ്. അതും തെറ്റാണ് അല്ലേ? കപ്പാസിറ്റൻസ് കൂടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ഡൈഇലക്ട്രിക് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റും തെറ്റ്. ഇനി സി നോക്കാം. ഇലക്ട്രിക് ഫീൽഡ് ബിറ്റ്വീൻ പ്ലേറ്റ്സ് ഡിക്രീസസ്. അത് കറക്റ്റാണ് അല്ലേ? നമ്മൾ പറഞ്ഞു എന്താണ്? നമ്മളൊരു ഡൈഇലക്ട്രിക് ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഇലക്ട്രിക് ഫീൽഡ് കുറഞ്ഞ് കപ്പാസിറ്റൻസ് കൂടും. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് സി എന്ന് പറയുന്നത് കറക്റ്റാണ്. ഇനി ചാർജ് ചേഞ്ചസ്, അത് ശരിയാണോ? അല്ല. ചാർജ് എന്താണ്? ചേഞ്ച് ആവുന്നില്ല, അത് സെയിം ആയിരിക്കും. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് ബിറ്റ്വീൻ പ്ലേറ്റ്സ് ഡിക്രീസസ്. എക്സ്പ്ലനേഷൻ നോക്കിക്കേ. വിത്ത് ഡൈഇലക്ട്രിക് സി ഇൻക്രീസസ്. അതായത് ഡൈഇലക്ട്രിക് വയ്ക്കുമ്പോൾ എന്ത് പറ്റും? കപ്പാസിറ്റൻസ് കൂടും. അപ്പോൾ നമ്മുടെ പൊട്ടൻഷ്യലിൻ്റെ ഫോർമുല എന്താണ്? V = Q/C. അതായത് V കുറയും. അപ്പോൾ നമ്മുടെ ഇലക്ട്രിക് ഫീൽഡ് എന്ത് ചെയ്യും? കുറയും. അത്രേ ഉള്ളൂ. അടുത്തത് ഡയമെൻഷണൽ ഫോർമുല ഓഫ് കപ്പാസിറ്റൻസ് ഇൻ SI യൂണിറ്റ്സ് ആണ് ചോദിച്ചേക്കുന്നത്. എന്താണ് ഉത്തരം? കപ്പാസിറ്റൻസ് എന്ന് വെച്ചാൽ എന്താ? C = Q/V. അപ്പോൾ എന്താണ്? Qൻ്റെയും Vൻ്റെയും ഡയമെൻഷണൽ ഫോർമുല തമ്മിൽ ഡിവൈഡ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എന്തെന്ന് കിട്ടും? m⁻⁻1 l⁻², t⁻4, a⁻². അങ്ങനെ നമുക്ക് കിട്ടും. അടുത്ത ചോദ്യം, ദ ഫോഴ്സ് ബിറ്റ്വീൻ 2 point ചാർജസ് ഇൻ വാക്യൂം ഈസ് F0 വെൻ ദേ ആർ എംബഡഡ് ഇൻ എ മീഡിയം ഓഫ് ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റ് K ദ ഫോഴ്സ് ബിക്കംസ് ഡാഷ്. അതായത് എന്താ ഇവിടെ പറയുന്നത്? 2 point ചാർജസിനിടയിലുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് F0 ആണ്. അത് വാക്യൂമിലുള്ളതാണ്. ഇതിനിടയിൽ നമ്മൾ ഒരു ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റ് Kയും കൂടെ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഫോഴ്സ് എത്രയായിട്ട് മാറുമെന്നാണ് ചോദ്യം. നമ്മളൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്, ഓർമ്മയുണ്ടോ? K = F0/F എന്നുള്ളത്. ഡൈഇലക്ട്രിക്കിൻ്റെ കാര്യം പഠിച്ചപ്പോഴാണ് പഠിച്ചത്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഇത് ചെയ്യേണ്ടത്. അപ്പോൾ എന്താണ്? K = F0/F എന്നാണ്. അപ്പോൾ F = എന്തായിരിക്കും? F0/K. അതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഡൈഇലക്ട്രിക് റെഡ്യൂസസ് ഫോഴ്സ് ബൈ ഫാക്ടർ ഓഫ് ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റ്. അപ്പോൾ F = F0/K ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്.
അടുത്ത ചോദ്യം, വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ് ഫോർ എ കണ്ടക്ടർ ഇൻ ഇലക്ട്രോസ്റ്റാറ്റിക് ഇക്വിലിബ്രിയം? അതായത് താഴെ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. അതിൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഇക്വിലിബ്രിയത്തിലുള്ള ഒരു കണ്ടക്ടറിനെ കുറിച്ച് കറക്റ്റായിട്ടുള്ളത് ഏതാണെന്നാണ് ചോദ്യം. അപ്പോൾ ആദ്യത്തേത് വായിച്ചു നോക്കാം. ദ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് ദ കണ്ടക്ടർ ഈസ് നോൺ സീറോ. എന്താണ്? ഇലക്ട്രിക് ഫീൽഡ് നോൺ സീറോ ആണെന്ന്. അതായത് കണ്ടക്ടറിനകത്ത് എന്തുണ്ടെന്നാണ് പറയുന്നത്? ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടെന്നാണ് പറയുന്നത്. അത് തെറ്റാണല്ലേ. നമുക്കറിയാം എന്താണ് കണ്ടക്ടറിന് ഉള്ളിലുള്ള ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് സീറോ ആയിരിക്കും. അടുത്ത സ്റ്റേറ്റ്മെൻറ്റ്, ഓൾ എക്സസ് ചാർജസ് റിസൈഡ് അറ്റ് ദ സെൻറ്റർ. എന്താണ്? എല്ലാ എക്സസ് ചാർജസും എവിടെ റിസൈഡ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്? സെൻറ്ററിൽ റിസൈഡ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അതും തെറ്റാണ്. എവിടെയാണ് റിസൈഡ് ചെയ്യുന്നത്? സർഫസിലാണല്ലേ. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റും തെറ്റാണ്. ഇനി മൂന്നാമത്തത് നോക്കാം. ഇൻസൈഡ് ദ കണ്ടക്ടർ ഇലക്ട്രിക് ഫീൽഡ് ഈസ് സീറോ. എന്താണ്? ശരിയാണല്ലേ. ഇൻസൈഡ് ദ കണ്ടക്ടർ, അതായത് കണ്ടക്ടറിനകത്ത് എന്താണ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്? സീറോ ആയിരിക്കും. ഇനി അടുത്ത സ്റ്റേറ്റ്മെൻറ്റ്, ദ പൊട്ടൻഷ്യൽ വേരീസ് ഫ്രം പോയിൻറ്റ് ടു പോയിൻറ്റ് ഇൻസൈഡ് ദ കണ്ടക്ടർ. അതും തെറ്റാണല്ലേ. പൊട്ടൻഷ്യൽ സർഫസ് ആണ്. ഇലക്ട്രോസ്റ്റാറ്റിക് ഇക്വിലിബ്രിയം എന്ന് പറയുമ്പോൾ അതെന്തായിരിക്കും? പൊട്ടൻഷ്യൽ സർഫസ് ആണ്. അപ്പോൾ എല്ലാ പോയിന്റിലുള്ള പൊട്ടൻഷ്യലും സെയിം ആയിരിക്കും. അത് ഒരു പോയിന്റിൽ നിന്നും അടുത്ത പോയിന്റിൽ പോകുമ്പോൾ മാറത്തില്ല. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റ്. അപ്പോൾ കറക്റ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റേ ഉള്ളൂ. ഏതാണ്? ഇൻസൈഡ് ദ കണ്ടക്ടർ ഇലക്ട്രിക് ഫീൽഡ് ഈസ് സീറോ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ്. എക്സ്പ്ലനേഷൻ നോക്കിക്കേ. ഇൻ ഇലക്ട്രോസ്റ്റാറ്റിക് ഇക്വിലിബ്രിയം ഇൻറ്റേർണൽ ഫീൽഡ് മസ്റ്റ് ബി സീറോ സോ ചാർജസ് സ്റ്റേ സ്റ്റേഷനറി. എന്താണ്? ഇലക്ട്രോസ്റ്റാറ്റിക് ഇക്വിലിബ്രിയത്തിലിരിക്കുമ്പോൾ ഇൻറ്റേർണൽ ഫീൽഡ് എന്തായിരിക്കണം? സീറോ ആയിരിക്കണം. എന്നാലേ ചാർജസ് സ്റ്റേഷനറി ആയിട്ട് ഇരിക്കുള്ളൂ. അടുത്ത ചോദ്യം, ഇഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു ഐഡൻറ്റിക്കൽ പോയിൻറ്റ് ചാർജസ് ഈസ് ഡബിൾഡ് ദ പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദ സിസ്റ്റം വിൽ ഡാഷ്. അതായത് എന്താണ് ഇവിടെ പറയുന്നത്? രണ്ട് ഐഡൻറ്റിക്കൽ പോയിൻറ്റ് ചാർജസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് നമ്മൾ ഇരട്ടിയാക്കിയാൽ പൊട്ടൻഷ്യൽ എനർജിക്ക് എന്ത് സംഭവിക്കുമെന്നാണ് ചോദ്യം. എന്താണ് ഉത്തരം? ബി ഹാഫ്ഡ്. എന്താണ്? പൊട്ടൻഷ്യൽ എനർജി ഹാഫ് ആവും. അതായത് ഡിസ്റ്റൻസ് ഡബിൾ ആവുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി പകുതിയാവും. അതെങ്ങനെയാണ് നമുക്ക് പറയാൻ പറ്റുക? നമുക്കറിയാം യു പ്രൊപ്പോർഷണൽ ടു 1/r ആണല്ലേ. അതായത് യു ഈസിക്വൽ ടു 1/4πε0 Q1 Q2/r എന്നുള്ളൊരു ഇക്വേഷൻ ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എന്ത് പറയാം? യു എന്ന് പറയുന്നത് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ആർ എന്ന് പറയാം. അപ്പോൾ എന്താ? ആർ ഇരട്ടിയാക്കുമ്പോൾ എന്ത് പറ്റും? യു ഹാഫായിട്ട് കുറയും. അടുത്ത ചോദ്യം നോക്കാം. എ കണ്ടക്ടർ ഓഫ് ഇറഗുലർ ഷേപ്പ് ക്യാരീസ് എ ചാർജ് ക്യൂ. ദ പൊട്ടൻഷ്യൽ ഈസ് മെഷേർഡ് റിലേറ്റീവ് ടു ഇൻഫിനിറ്റി. ദ പൊട്ടൻഷ്യൽ എനിവെയർ ഓൺ ദ സർഫസ് ഈസ് ഡാഷ്. അതായത് ഇവിടെ എന്താണ്? ഇറഗുലർ ഷേപ്പുള്ള ഒരു കണ്ടക്ടർ ചാർജ് ക്യൂ ക്യാരി ചെയ്യുന്നു എന്ന് പറയുന്നു. അപ്പോൾ അവിടുത്തെ സർഫസിൽ എവിടെയെങ്കിലും ഉള്ള പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് എത്ര ആയിരിക്കും എന്നാണ് ചോദ്യം. എന്താണ്? എല്ലായിടത്തും പൊട്ടൻഷ്യൽ സെയിം ആയിരിക്കും. എന്താ? ഇവിടെ എന്താണ്? ഇലക്ട്രോസ്റ്റാറ്റിക് ഇക്വിലിബ്രിയം ആണ്. സർഫസ് എന്ന് പറയുന്നത് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആണ്. അപ്പോൾ ഏത് പോയിന്റ് എടുത്താലും അവിടുത്തെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് എന്തായിരിക്കും? സെയിം ആയിരിക്കും. അതാണ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസിൻ്റെ പ്രത്യേകത. അടുത്ത ചോദ്യം, ഇൻ എ സീരീസ് കോമ്പിനേഷൻ ഓഫ് കപ്പാസിറ്റേഴ്സ് വിച്ച് ക്വാണ്ടിറ്റി റിമെയിൻസ് സെയിം അക്രോസ് ഓൾ കപ്പാസിറ്റേഴ്സ്. അതായത് നമ്മൾ കപ്പാസിറ്റേഴ്സ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഇതിൽ താഴെ പറയുന്നതിൽ ഏത് ക്വാണ്ടിറ്റിയാണ് എല്ലാ കപ്പാസിറ്ററിലും സെയിം ആയിട്ട് വരുന്നതെന്നാണ് ചോദ്യം. ഏതായിരിക്കും? ചാർജ് ആയിരിക്കും. ഇൻ സീരീസ് സെയിം ചാർജ് പാസസ് ത്രൂ ഓൾ പ്ലേറ്റ്സ് പൊട്ടൻഷ്യൽ ഡിവൈഡ്സ്. എന്താണ്? സീരീസ് കോമ്പിനേഷനിൽ സെയിം ചാർജാണ് എല്ലാത്തിലൂടെയും പാസ് ചെയ്യുന്നത്. പൊട്ടൻഷ്യലാണ് ഡിവൈഡ് ചെയ്യുന്നത്. അടുത്ത ചോദ്യം, ഇൻ എ കപ്പാസിറ്റർ ദ ചാർജ് ഈസ് ഡബിൾഡ് ആൻഡ് വോൾട്ടേജ് ഈസ് ഓൾസോ ഡബിൾഡ്. ദ സ്റ്റോർഡ് എനർജി ബിക്കംസ് ഡാഷ്. എന്താണ്? ഒരു കപ്പാസിറ്ററിൻ്റെ ചാർജും വോൾട്ടേജും നമ്മൾ ഡബിൾ ആക്കിയാൽ അതിൻ്റെ സ്റ്റോർഡ് എനർജി എത്രയാവും എന്നാണ് ചോദ്യം. സ്റ്റോർഡ് എനർജി കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? യു ഈസിക്വൽ ടു ഹാഫ് CV². അപ്പോൾ ഇവിടെ വി ഡബിൾ ആവുകയാണല്ലേ. അപ്പോൾ എന്താണ്? നമ്മുടെ ഇക്വേഷൻ വെച്ചിട്ട് നമുക്കറിയാം യു പ്രൊപ്പോർഷണൽ ടു V² അല്ലേ. അപ്പോൾ ഇവിടെ വി ഡബിൾ ആവുമ്പോൾ എന്താ പറ്റുക? സ്റ്റോർഡ് എനർജി എന്ന് പറയുന്നത് 4 ടൈംസ് ആവും. അത് 4 ടൈംസ് കൂടും. 4 ഇൻറ്റു ഇൻക്രീസ് ആണേ.
അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ടോപ്പിക്കിൽ നിന്ന് ഇനി കുറേ കൂടെ PYQs ഉണ്ട്. അപ്പോൾ എല്ലാം കൂടെ ഈ ഒരൊറ്റ വീഡിയോയിലിട്ടാൽ ഒത്തിരി ലെങ്തി ആയി പോകുമെന്ന് വെച്ചിട്ട് ഞാൻ അടുത്തൊരു വീഡിയോയിൽ ബാക്കി PYQs എല്ലാം കൂടെ ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ PYQs മാത്രമായിരിക്കും ഈ ടോപ്പിക്കിൽ നിന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓക്കെ, താങ്ക് യു.